നീ എവിടെയായിരുന്നടാ എത്ര നേരം? മരുന്ന് കിട്ടിയില്ലേ? പാടത്ത് 10-20 ആളല്ലേ പണിക്ക്. ഇനി മുതൽ 2 ഷീറ്റ് വേണം. ഒന്ന് അവര് പീടികയിൽ വെക്കും. ഞാനായതുകൊണ്ട് മാത്രം എന്ത് തന്ന്. അപകടമുള്ള മരുന്നാ, സൂക്ഷിച്ചു വെച്ചോളൂ. മരിച്ച നമ്മുടെ കുട്ടിമാമയെ കണ്ട ഓർമ്മയുണ്ടോ അപ്പേട്ടന്? ഒരിക്കൽ വിഷുവിന് എനിക്കൊരു വെള്ളുറുപ്പി തന്നു. മുമ്പാ, ഓർമ്മയുണ്ട്. അമ്മാമ്മയുടെ മകൾ ഇങ്ങോട്ട് വരുന്നുണ്ടത്രേ. മുത്തശ്ശിന് കത്തുണ്ട്. എന്തിന്? നമ്മളെയൊക്കെ കാണാനാണത്രേ. എനിക്കാരെയും കാണണ്ട. ഇതിന്റെ തള്ള കാരണമല്ലേ മുത്തശ്ശൻ കുട്ടിമാമയെ ആട്ടി ഇറക്കിയത്. ആദ്യം മോള് വരും, പിന്നെ മോളെ തിരിഞ്ഞ് തള്ള വരും. ഇത് മച്ചിൽ ഭഗവതിയെ കുടിവെച്ച വീടാ. ഇവിടെ ഒരു ക്രിസ്ത്യാനി പെണ്ണും കയറില്ല. അപ്പു പറയുന്നതിലും കാര്യമുണ്ട്. കേട്ടരുത്. ആ അമ്മയുടെ സ്വഭാവത്തെ പറ്റി പലതും ഒന്ന് കേട്ടിരുന്നു. മാധവേട്ടന്റെ മകളാ ഇവളെന്ന് എന്താ ഉറപ്പ്? അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്. അവകാശ തർക്കത്തിനാ വരുന്നെങ്കിൽ ചോദിക്കേണ്ടത് അതാ. തെളിയിക്കേണ്ട ജോലി അവർക്കും. റെക്കോർഡുണ്ടോ? ആ, നീ എക്കാലത്ത് കുറച്ച് ഇംഗ്ലീഷ് കൂടെ പഠിച്ചിരുന്നെങ്കിലോ? ഞാനതാ ആലോചിച്ചത്. ഉവ് പഠിച്ചവരുടെ സ്ഥിതി ഞാൻ കാണുന്നുണ്ട്. ചില്ലറയില്ല, നാളെ വാ. കത്ത് നോക്കിയമ്മേ. നല്ല ഇംഗ്ലീഷോ നല്ല ഹാൻഡ് റൈറ്റിംഗ്. വേറെ എന്തൊക്കെയാ നല്ലതെന്ന് അന്വേഷിച്ചോ? അച്ഛന്റെ പേരിലൊരു കമ്പി അടിച്ചോളൂ അവിടേക്ക്. മരിച്ച മാധവൻകുട്ടിക്ക് അങ്ങനെ ഒരു മകളുള്ളതായി ഞങ്ങൾക്ക് അറിയില്ലെന്ന്. അത് ശുദ്ധ കളവല്ലേ അമ്മേ? ആ കുട്ടി വെറുതെ ഒരു രസത്തിന് എഴുതാവും. ഇവിടെ തെരഞ്ഞു വരാനൊന്നും പോണില്ല. നീ ആ ഏജൻസി കാര്യം ഒന്ന് അച്ഛനോട്. അയ്യോ ആശക്കുട്ടി, അയ്യോ എന്താ? അയ്യോ പുറത്ത് നടക്കണ്ടെന്ന് എത്ര പറഞ്ഞാലും കേക്കില്ല. അവളുടെ ഗുളിക കൊടുക്കാൻ മറന്നു അല്ലേ? സാരമില്ല. എന്നാ കുട്ടിക്ക് സമയത്തിന് മരുന്ന് കൊടുക്കാൻ ഇവിടെ ആർക്കും നേരമില്ല. അച്ഛൻ ഞാൻ മിണ്ടാതെ വെക്കോളിൻ എല്ലാരും. സാരമില്ല. അപ്പേട്ടൻ പറയാറില്ലേ, അസുഖം വരണം തോന്നുമ്പോ ചോറ്റാനിക്കര ഭഗവതി ചോറ്റാനിക്കര ഭഗവതി എന്ന് മനസ്സിൽ 10 പ്രാവശ്യം ജപിക്കണം. ഇന്നത് മറന്നല്ലേ? വാ, പുറത്തു വേണമെങ്കിൽ അപ്പേട്ടൻ കൊണ്ടുവാ. ഭഗവാനെ, ഇനി എന്തൊക്കെ കാണേണ്ടി വരുവാവോ? എന്താ ഈ കേക്കണേ? അമ്മായിയമ്മ വരണുണ്ടാവോ? വിരുന്നുകാര് ചിലർ വരണമെന്ന് കേട്ടു. ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. ഇല്ലായ്മ കൊണ്ട് പണിക്ക് വരണമെന്നേ ഉള്ളൂ. കണ്ട നസ്രാണിയുടെ മാപ്പിളയുടെ എച്ചിലെടുക്കാനൊന്നും പാറക്കുട്ടിയെ നോക്കണ്ട. ആ ചേച്ചിക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂ. അറിഞ്ഞൂടാ. അപ്പേട്ടാ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് വർത്താനം പറയാ? മുത്തശ്ശി ഇംഗ്ലീഷ് പറയോ? മുത്തച്ഛൻ മുമ്പ് സിംഗപ്പൂരൊക്കെ പോയ ആളല്ലേ, മുറി ഇംഗ്ലീഷൊക്കെ ഒപ്പിക്കും. നമ്മൾ രണ്ടാളുമാണ് കഷ്ടപ്പെടുക ഇവിടെ. പഠിക്കേണ്ട കാലത്ത് കള്ളരാശിത്തരം കാട്ടി സ്കൂളിൽ പോകാണ്ടിരുന്നോനാ ഇവൻ. പിന്നെ എങ്ങനെയാ വിവരം ഉണ്ടാവുക? വാ. അമ്മ ഇംഗ്ലീഷ് പറയോ? ഇംഗ്ലീഷ് മാത്രോ, പരന്ത്രീസും പറയില്ലേ? എല്ലാറ്റിന്റെയും കോൺടാക്ട് സൈസ് പ്രിന്റിട്ടുള്ളൂ. മംഗലത്തോടി മംഗലത്തോടി, വേ ഇറങ്ങ വേ ഇറങ്ങ. You have color rules? No color, only black and white. ടൂറിസ്റ്റാ, 4 ഇംഗ്ലീഷ് പറഞ്ഞ് കൂടെ കൂടിക്കോ മാഷേ. There is a big temple here. അമ്പലം ഞാൻ കാണിച്ചു കൊടുക്കാം മാഷേ. ബിഗ് ടെമ്പിൾ ഭഗവതി. കഷ്ടപ്പെടണ്ട. മംഗലത്തെ വീട്ടിലേക്ക് വഴി കാണിച്ചു തരാം. ഞാൻ ആ വഴിക്കാണ്. വരൂ.
കണ്ടിട്ട് തനി ശിമ, പക്ഷെ ഭാഷ നമ്മുടെ. അനിലിന്റെ കോളേജിൽ നിന്ന് വല്ലവരും ആവും. സ്വാമി വീടിയുടെ കച്ചവടം ശരിക്കും നടക്കുന്നില്ലടോ കുമാര. ആളുകൾ വെറുതെ പറയില്ലേ. പിന്നെ നിന്റെ കച്ചവടം അഭിവൃദ്ധിപ്പെടെ 5 ഉറുപ്പിയുടെ കതിനോടി വില അല്ലെങ്കിൽ അപ്പൊ നീ എന്നെ എന്ത് കളിച്ച് പറഞ്ഞു? ഉള്ളത് മതി. എക്സൈസ് നോട്ടം വെച്ചിട്ടുണ്ട്, സൂക്ഷിച്ചു. ഇതാണ് വീട്. താങ്ക് യു. ഞാൻ വരട്ടെ. See you. ഹലോ, ഐ എം മിറാൻഡ. യു മസ്റ്റ് ബി വാസന്തി, ഐ എം ഷുവർ. അച്ഛൻ ഇതാണ് കത്തയച്ച ആള്. നന്നായി. ഞാൻ ഇനി എത്ര കാലാന്നറിയില്ല. കണ്ടത് നന്നായി. മലയാളം പറഞ്ഞ മനസ്സിലാവോ? ധാരാളം. മലയാളം പഠിപ്പിക്കാൻ അമ്മയെ ജൂഹൂല് ബാലേട്ടനെ വീട്ടിൽ പപ്പ കുറെ കാലം താമസിപ്പിച്ചു. ജൂഹൂല് ബാലേട്ടൻ അറിയില്ലേ? പപ്പയുടെ ഡിസ്റ്റന്റ് കസിൻ. നിങ്ങളുടെ ആരോ ആണ്. മാത്തോട്ടത്തിലെ ബാലൻ. പാവം, അവനും മരിച്ചു. ഇതാണമ്മ മിറാൻഡ. മുത്തശ്ശനെ പറ്റി ബോംബെക്കാർക്ക് ഇപ്പോഴെന്തേ ഒരു വിചാരം വരാൻ? എന്താ പേര്? ആശ. ഏത് ക്ലാസ്സിലാ? അവൾക്ക് നല്ല സുഖമില്ല. ഇടയ്ക്ക് ഒരു അപസ്മാരം പോലെ വരും. ഇപ്പോഴെന്താ ഒരു കുടുംബസ്നേഹം തോന്നാനെന്നാ ഞാൻ ചോദിച്ചത്. 2-3 ദിവസം യാത്ര ചെയ്ത് വരല്ലേ. ഒരു ചായയുടെ വെള്ളം കൊടുക്കാൻ നോക്കാണ്ട് നീ ക്രോസ് വിസ്താരത്ത് നിൽക്ക. ഞാൻ കുളിച്ചോളൂ. വണ്ടിയിലൊക്കെ ഇരുന്ന് ആകെ മണ്ണും പൊടിയായിട്ടുണ്ടാവും അല്ലേ? പുറത്ത് കുളിമുറിയുണ്ട്. എന്തടിസ്ഥാനത്തിൽ അച്ഛനകത്തേക്ക് അങ്ങോട്ട് കയറ്റണേ? മാധവേട്ടന്റെ മോളാണെന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ അങ്ങോട്ട് വിശ്വസിക്കൂ? അതിസൂത്രക്കാർ ഇപ്പൊ ഇങ്ങനെ ഓരോ വീട്ടിലും കയറി കൂടി കളവും